ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സമസ്തയിൽ ചർച്ച സജീവം. ലീഗ് അനുകൂല വിഭാഗവും ലീഗ് വിരുദ്ധരും ചരടുവലികൾ ശക്തമാക്കി. പാണക്കാട് കുടുംബത്തിന്റെ പിന്തുണയുള്ള MT അബ്ദുള്ള മുസ്ലിയാരും കൊയ്യോട് ഉമർ മുസ്ലിയാരും പരിഗണനയിലുണ്ട്. മൂസക്കുട്ടി ഹസ്രത്തും ഉമർ ഫൈസി മുക്കവും ലീഗ് വിരുദ്ധ ചേരിയുടെ പട്ടികയിലുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തീരുമാനം പ്രഖ്യാപിക്കും. അടുത്ത മാസം ചേരുന്ന കേന്ദ്ര മുശാവറയിൽ തീരുമാനമുണ്ടാകും. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. VS രഞ്ജിത്ത്, പോയ കുറേയേറെ വർഷങ്ങൾ എന്ന് പറയുന്നത്, കുറച്ച് വർഷങ്ങൾ എന്ന് പറയുന്നത് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ ചേരിയും മുസ്ലിം ലീഗ് അനുകൂല ചേരിയും രണ്ടായി തിരിഞ്ഞ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ രാഷ്ട്രീയ വിഷയത്തിലും ഉന്നയിക്കുന്ന ഇടമാണ്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആർക്ക് മുൻതൂക്കമെന്ന ബലപരീക്ഷണം കൂടിയുണ്ടാകും. മാധു, തീർച്ചയായിട്ടും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് ആര് വരും എന്നുള്ള ചർച്ച ഇപ്പോൾ തന്നെ സമസ്തയിൽ സജീവമായി കഴിഞ്ഞു. അതിൽ ലീഗ് വിരുദ്ധ ചേരിയും ലീഗ് അനുകൂല വിഭാഗവും തമ്മിലുള്ള ഒരു ചരടുവലികൾ ഇക്കാര്യത്തിൽ വളരെ ശക്തവുമാണ്. അവർക്ക് താല്പര്യമുള്ള അവരുടെ അജണ്ടകൾ സംരക്ഷിക്കുന്ന ഒരാൾ തന്നെ ജനറൽ സെക്രട്ടറിയായി വന്നാൽ അത് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലീഗ് അനുകൂല വിഭാഗത്തെ സംബന്ധിച്ച് അവർക്ക് സമസ്തയിലുള്ള ശക്തി അല്ലെങ്കിൽ സമസ്തയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഒരു ജനറൽ സെക്രട്ടറി അവർക്ക് അനുകൂലമായി നിലകൊള്ളുന്ന ഒരാൾ വന്നാൽ നല്ലതാണ് എന്നുള്ളതാണ്. പക്ഷേ എതിർചേരിയിലുള്ളവരുടെ പട്ടികയിലും പലരും ഉണ്ട് എന്നുള്ളതാണ്. പാണക്കാട് കുടുംബത്തിന്റെ ആശീർവാദമുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ കൊയ്യോട് ഉമർ മുസ്ലിയാർ, ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ വളരെ സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. കൊയ്യോട് ഉസ്താദിന്റെയും അതുപോലെ തന്നെ MT അബ്ദുള്ള മുസ്ലിയാരുടെയും പേരുകൾ വളരെ സജീവ പരിഗണനയിലാണ്. ഇവർക്ക് പാണക്കാട് നിന്നുള്ള ഒരു അനുഗ്രഹ ആശംസകളുണ്ട്. നേരത്തെ ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ സമസ്തയിൽ പുനഃസംഘടനയുള്ളപ്പോൾ പ്രത്യേക പോസ്റ്റുകളിലേക്കൊക്കെ ആള് വരുമ്പോൾ പാണക്കാട് എന്നുള്ള അഭിപ്രായം തേടാറുണ്ട്. ഇത്തവണ പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമസ്ത മുശാവറയിൽ അംഗത്വം പോലുമില്ല. അതുകൊണ്ട് പാണക്കാട് നിന്നുള്ള ഒരു ആശീർവാദം ഇതിനാവശ്യമുണ്ടോ എന്ന ചോദ്യം പോലും നിലനിൽക്കുന്നു. ഏതായാലും മൂസക്കുട്ടി ഹസ്രത്തിന്റെ പേരും ഉമർ ഫൈസി മുക്കത്തിന്റെ പേരും ലീഗ് വിരുദ്ധരുടെ പട്ടികയിലുമുണ്ട്. അബ്ദുൽ സലാം ഭാക്കവി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവരൊക്കെ താരതമ്യേന ജൂനിയറാണ്. ഏതായാലും ലീഗിന് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കത്തക്ക രീതിയിൽ പാണക്കാടിന്റെ അനുഗ്രഹമുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമോ, അതല്ല ഷജറകൾക്ക് ലീഗ് വിരുദ്ധർക്ക് കരുത്തേകുന്ന വിധത്തിൽ അവരുടെ പട്ടികയിൽ നിന്ന് ഒരാൾ വരുമോ, സമസ്തയിൽ കൂടുതൽ സ്വാധീനം ലീഗിന് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നിലവിലുള്ള സ്വാധീനം പോലും ഇല്ലാതാവുന്ന തരത്തിലേക്ക് ലീഗ് വിരുദ്ധ ചേരിയിലേക്ക് പൂർണ്ണമായും സമസ്ത ചെന്നു ചേരുമോ, ഉമർ ഫൈസി മുക്കമൊക്കെയാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും സമസ്ത ലീഗ് വിരുദ്ധ ചേരിയിലേക്ക് പൂർണ്ണമായും ചെന്നു ചേരുന്ന അവസ്ഥയുണ്ടാവും. ഒരു പക്ഷേ സമസ്തയിൽ പിളർപ്പ് പോലും ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.